ആലിസ കേറി വാടി. ലേറ്റ് ആയിട്ടാണോ റിസപ്ഷന് വരുന്നേ? ഓ, ഒന്നും പറയണ്ടാന്നേ, എല്ലാത്തിനും ഒരുക്കിക്കൊണ്ട് വരണേ. അല്ല, കല്യാണിച്ചക്കൻ എന്തേ? അകത്തുണ്ട്. നാളെയല്ലേ കല്യാണം, അതിന്റെ ടെൻഷനില്ല. എടാ, ഇത് വേണോ? എനിക്കെന്തോ വേണം മനു. എനിക്ക് അവനെ കണ്ട് സംസാരിക്കണം. എനിക്ക് ഉറപ്പ് ഇത് അവന്റെ സമ്മതത്തോടായിരിക്കില്ല, അവന്റെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരിക്കും. എനിക്കെന്തോ അവൻ നിന്നെ നൈസായിട്ട് ഒഴിവാക്കിയ പോലെയാ തോന്നണേ. നീ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല, ഇത്ര പെട്ടെന്നൊരു കല്യാണം നടക്കണേ. അങ്ങനൊന്നും ആവില്ല. ഒന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ 2 വർഷം പ്രേമിച്ചതല്ലേ. അവനെ അങ്ങനൊന്നും ഒഴിവാക്കില്ല. എടാ, കല്യാണം ഒരാഴ്ച കഴിഞ്ഞോ അല്ല 1 മാസം കഴിഞ്ഞോ അല്ല, നാളെയാ. ഇത്ര അടുത്തിട്ടും നിന്നോട് അവനൊന്ന് സംസാരിക്കേ പോട്ടെ, ഒന്ന് മെസ്സേജ് അയച്ചോ? നീ വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കാറ് പോലുമില്ല. ഞാൻ എന്തായാലും ഇന്ന് അവനെ കണ്ട് സംസാരിച്ചിട്ടേ വരും. നീ ഇവിടെ നിൽക്കേ. എന്റെ ദൈവമേ, അവന്റെ പെരട്ടത്തുള്ള കാണാതിരുന്നാ മതിയായിരുന്നു. ചേട്ടാ, ഇത് നാളെ ഇടാനുള്ള ഡ്രസ്സാ, അമ്മ തന്നു വെച്ചാ. ഹാ മോളു, അവിടെ വെച്ചു. അലക്സ്, ഏതൻ, നീ എന്താ ഇവിടെ? വരാതെ പിന്നെ? വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. എന്റെ ഫ്രണ്ട് വഴിയാ ഞാൻ അറിഞ്ഞ് നാളെ നിന്റെ കല്യാണമെന്ന്. പിന്നെ ഞാൻ വരാതിരിക്കുന്നത് എങ്ങനാടാ? ഏതിനൊന്നും പതുക്കെ പറ, അമ്മ എങ്ങാനും വരും. നിന്റെ അമ്മ കണ്ട് എനിക്കൊരു കോപ്പമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാനെന്ത് പറയാനാ? ഞാൻ ആകെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുക. എന്റെ വീട്ടിൽ അമ്മയെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാ. അപ്പോഴാണ് നിന്റെ കല്യാണക്കാരൻ ഞാൻ അറിയുന്നത്. എനിക്കറിയാം ഇത് നിന്റെ ഇഷ്ടപ്രകാരം അല്ലെന്ന്. നമുക്ക് നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ല, ഞാൻ ഈ കല്യാണം എങ്ങനെയും മുടക്കാം. അല്ലെ, പ്ലീസ് ഏതൻ. എടാ ഒന്ന് കേക്ക് ഞാൻ പറയുന്നേ. ഏതൻ, എടാ, നമ്മൾ തമ്മിൽ അത് ശരിയാവില്ലെന്നോ? നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതൻ, നമ്മുടെ കാര്യം അമ്മ എന്തായാലും സമ്മതിക്കില്ല. ഞാൻ വീട്ടിൽ പറയാത്തൊന്നും അല്ലല്ലോ. പിന്നെന്താ? എടാ, നിന്റെയും എന്റെ ഇപ്പോഴത്തെ ജോലി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാടാ നല്ലൊരു ജീവിതം ജീവിക്കുക? റോയൽ കമ്പനിയിലെ വെറും എംപ്ലോയിയാ ഞാനും നീയും. നമ്മൾ തമ്മിൽ ഒരുമിച്ച അത് നടപടിയാവുന്ന കാര്യമല്ല. നീ ഇപ്പം സെറ്റിൽ ആയിട്ടാണെങ്കിലും അതിന് എപ്പോഴാന്നും പറഞ്ഞ നിനക്കറിയാലോ, എനിക്ക് കെട്ടുപ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞ അമ്മച്ചി ഇവിടെ കയറ് പൊട്ടിക്കുക. അപ്പൊ നമ്മുടെ 2 വർഷത്തെ പ്രേമിക്കുമ്പോൾ നിനക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ പ്രേമിക്കുന്ന പോലെയാണ് കുടുംബ ജീവിതത്തിലോട്ട് നടക്കുമ്പോ. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന റോബിൻ എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞ അത് കേട്ടപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി. നമുക്ക് 2 പേർക്ക് അതാ നല്ലത്. ഏതാ, നിനക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടും. നൈസായിട്ടങ്ങ് ഒഴിവാക്കിയല്ലേ, കൊള്ളാം. കുറച്ച് പൈസ ഉള്ളപ്പോ നിന്റെ കണ്ണു മഞ്ഞളിച്ചല്ലേ. അപ്പൊ നമ്മുടെ പ്രണയം നിനക്ക് വെറും വേസ്റ്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നിന്നെ കാണുന്നതിന് മുൻപ് വരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എടാ, അത് അലക്സ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഓ, എന്റെ മോനെ വിളിച്ചോണ്ട് പോകാൻ വന്നതാണോ? എന്നാ നീ കേട്ടോ, അവന് നിന്നെ വേണ്ട. അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ അവന് റോബിനെ മതിയെന്ന്. അമ്മ, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. എടച്ചക്ക, ഇവിടെ കിടന്ന് കറങ്ങാതെ വീട്ടിൽ പോവാൻ നോക്ക്. പറ്റുവാണെങ്കിൽ നാളത്തെ കല്യാണം വന്നു പോരും. അമ്മ ഇങ്ങോട്ട് വന്നേ, ഗസ്റ്റ് ഒക്കെ വന്നതാണ്. വാ. എടാ, നിങ്ങൾ പോ. എടാ, നീ വന്നോ? ജോലിപ്പോ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഏതൻ, എന്താടാ പറ്റി? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എടാ, എന്താ ആ നാരി എന്താ പറഞ്ഞേ? എടാ, അവൻ എന്നെ വേണ്ടെന്ന്, അവന് റൂമിനെ മതി. പൈസ കണ്ടപ്പോ അവന് ഞങ്ങളുടെ വെറും ടൈം പാസ് ആയിടും. ഞാൻ അന്നേ പറഞ്ഞില്ല നാല് പേര് ചെറ്റാണെന്ന്. പോട്ടെ, വിഷമിക്കണ്ട. നിന്നെ വേണ്ടാത്തവനെ നിനക്കും വേണ്ട. വാ, വീട്ടിൽ പോ. വേണ്ട, എനിക്ക് 2 അടിക്കണം. ഞാൻ ബാറിൽ പോവാ. എടാ നിക്ക്, ഞാനും വരുന്നു. ഹാടാ, ഞങ്ങളിപ്പോ ബാറിലുണ്ട്. നീ ഇങ്ങോട്ട് വന്ന ഇവന്റെ കണ്ടീഷൻ അത്ര ശരിയല്ല. ഇവനെ ഒറ്റയ്ക്ക് വിടാനും എനിക്കൊരു പേടി. ഏതാ, നീ ഒന്ന് മതിയാക്ക്. നിനക്കറിയാം, ഞങ്ങളുടെ കല്യാണത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയാതെ അവനായിരുന്നു. അവന് ഇന്ന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. എടാ, അവൻ പോട്ടറാ. നിനക്ക് നല്ലൊരു ചെറുക്കനെ വേറെ കിട്ടും. ഇത് തന്നെ അവനും പറഞ്ഞു. ആര് വന്നാലും
അതൊരു അലക്സ് ആവില്ലല്ലോ. എടാ അലക്സ് അല്ല, അവനേക്ക് നല്ലൊരു ചെറുക്കനെ നിനക്ക് ഞാൻ കൊണ്ടുതരും. കൊടിയൊന്നും നിർത്തടാ. എന്താടാ ഇവരിതുവരെ തീർന്നില്ലേ? ജോഹിർ ആ കരച്ചിൽ നിർത്തട ചക്ക. കണ്ടിട്ട് ഒരുമാതിരി ആയിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. സഹിച്ചേ പറ്റൂ. മതി കുടിച്ചത്. ആ വീട്ടിൽ പോ. ഞാൻ വരുന്നില്ല. പിന്നെ വാര കിടക്കാനാണോ? ഇവിടെ ഉള്ളവർക്ക് വീടും കൂടി ഉള്ളതാ. നീ കളിക്കാതെ വന്നേത്. വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ അമ്മയോട് എന്ത് പറയാനാടാ? മലയാളം. നീ കളിക്കാതെ വന്നേ. ഏതൊരു പീറച്ചക്കൻ പോയതിന്റെ പേര് കുടിച്ച് ചാവാനായിട്ട്. ഏതോ പീറച്ചക്കനും. അലക്സ് ആടാ. എന്റെ അലക്സ്. അലക്സ് ചെറിയ എന്റെ 2 വർഷം. തേങ്ങാ കൊല. നിനക്ക് എത്ര അലക്സുമാരെ വേണം? ഞാൻ കൊണ്ടുതരാം. ഇപ്പൊ നീ വീട്ടിലോട്ടൊന്ന് വാ. ആ പാവ അമ്മ പേടിച്ചിരിക്കുക. നീ വണ്ടി എടുക്കടാ. ഇവനെ കൊണ്ട് ഞാൻ വന്നോളാം. അനക്കൊന്നും ഇല്ലല്ലോ. അതിന് ബോധം വേണ്ടേ? പാവം, നല്ല വിഷമം കാണും. എങ്ങനെ ഇല്ലാതിരിക്കും? അമ്മാതിരി പരിപാടിയല്ലേ ആ നായിന്റെ മോൻ കാണിച്ച്. അല്ലേലും അവനൊരു ചെറ്റയാണ്. അത് പിന്നെ പറഞ്ഞ് ഈ പൊട്ടന് മനസ്സിലാവണ്ടേ? ഇപ്പതാ മുയലിന്റെ മണ്ടയിൽ പാണിലോറി കയറിയ അവസ്ഥയായി. പിന്നെ അവന്റെ ട്രൂ ലവ് ആയിരുന്നെങ്കിൽ ആ നാരെ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. അതുറപ്പല്ലേ. ഈ അലക്സ് കെട്ടാൻ പോകുന്ന റോബിനില്ലേ, അത് ചെറിയാൻ സാറിന്റെ മോന. ഏത് ചെറിയാൻ സാർ? എടാ പൊട്ട, ഇവന്മാരുടെ ബോസ്. ഏത് റോയൽ കമ്പനിയുടെ ഓണർ ചെറിയാൻ ജോസഫാ? ആ അത് തന്നെ. ഉടൻ തന്നെ ആ കമ്പനി മകനായ റോബിൻ ഏറ്റെടുക്കും. ആ ബെസ്റ്റ്. ചുമ്മാതല്ല ഇവനെ നൈസായിട്ട് ആ നാറി ഒഴിവാക്കി. ഒടുങ്ങുമ്പോ നോക്കിയല്ലേ പിടിച്ചേക്കുന്നത്. അല്ല, ഇനി കല്യാണം കഴിഞ്ഞ അലക്സ് കൂടി ആകില്ലേ ആ കമ്പനി ഓണർ? അതിപ്പോ ചോദിക്കാനുണ്ടോ? പാവം നമ്മുടെ ചെക്കൻ. ആ നാരിക്ക് നല്ലൊരു പണി കിട്ടണേ ദൈവമേ. അയ്യോ മോനെ, എന്തു പറ്റി? ഹേയ്, പേടിക്കൊന്നുമില്ല അമ്മ. അവൻ കുറച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അവനോട് ഇപ്പൊ ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അവൻ അത്ര ഓക്കെ അല്ല. ഓക്കെ ആയിട്ട് അവൻ തന്നെ എല്ലാം പറയും. ഏതും കഥ ഓർക്ക്. ഏതാ നിന്നോടാ പറഞ്ഞത്? എല്ലാം കൂടെ ഞാനിപ്പോ ചവിട്ടി പൊളിക്കും. എന്താ നീ ഈ റൂം അടച്ച് എന്തോ കാണിക്കോ? അത് തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ. രാവിലെ തന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തെ? പേടിക്കണ്ട, ഞാൻ ചാവാനൊന്നും പോത്തില്ല. അങ്ങനെ വല്ലതും ചെയ്ത് നിന്നെ ഞാൻ തന്നെ കൊല്ലും. അമ്മ വിളിച്ച്. നീ രാവിലെ തൊട്ട് ഫുഡും കഴിക്കാതെ റൂമിനകത്ത് അടയിരിക്കുകയാണ്. ഏതൻ, നീ ഇങ്ങനെ ആയാൽ പറ്റില്ല. വാ, നമുക്ക് കല്യാണത്തിന് പോവാം. ഏത് കല്യാണം? വേറെ ആരുടെ? നിന്റെ അലക്സിന്റെ തന്നെ. ഒരു തിരുത്തുണ്ട്. അവന്റെ അലക്സ് അല്ല, റോബിന്റെ അലക്സ്. ചിമ്മരടപ്പാട്ടി. നീ വാ, നമുക്ക് പോവാം. ഞാനൊന്നുമില്ല, എനിക്ക് വേറെ പണിയില്ല. എടാ വാടാ. എക്സിന്റെ കല്യാണത്തിന് പോയി സവാള അറിയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ ഫുഡ് ഒരു കേറ്ററിംഗുകാർക്ക് കൊടുത്തത് കൊണ്ട് നിനക്ക് സവാള അറിയേണ്ടി വരില്ലേ? ജോയൽ ഇവനെ വിളിച്ചോണ്ട് പോയേ. എടാ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് സവാള അരിയുന്നത്? ഓ, സവാള അരിയുന്നതല്ല, കല്യാണത്തിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഏതൻ, നിനക്കിപ്പോ ഇത്ര സങ്കടം തോന്നാൻ നീ റിയാലിറ്റി ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ടാ. അവനെ തന്നെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ കല്യാണത്തിന് വന്ന് അവൻ വേറൊരാളുടെ സ്വന്തമായി എന്ന് കാണുമ്പോ നീ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവും. അതുകൊണ്ടാ പറഞ്ഞേ, വാ. എടാ ലോകത്തിൽ ആദ്യമായിട്ട് ബ്രേക്കപ്പ് ആകുന്ന ആള് നീയൊന്നുമല്ല. പ്രേമിച്ചാൽ ബ്രേക്കപ്പ് ഒക്കെ സ്വാഭാവികമാണ്. അതല്ലേ ഞാൻ പ്രേമിക്കാത്തെ, അല്ലാതെ കിട്ടാഞ്ഞിട്ടല്ല. തെക്കേ വീട്ടിൽ ത്രേസ്യാമ്മ റോയുടെ മകൻ അലക്സ് റോയിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതം. തൈക്കാട്ട് വീട്ടിൽ ചെറിയാൻ ജോസഫിന്റെയും സാറാ ചെറിയാന്റെയും മകൻ
റോബിൻ ചെറിയാനെ സ്വന്തം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതം ഫാദർ. എന്റെ ജീവിതത്തിൽ ഒരു ചക്കനുണ്ടെങ്കിൽ അത് നീയായിരിക്കും ഏത്. ഐ ലവ് യു. ഇനി റിംഗ് എക്സ്ചേഞ്ച് ചെയ്തോളൂ. ഓ, ഇതെപ്പോഴും ഒന്ന് കഴിയ, എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതെ ഇരിയടാ. ജോ, ഞാൻ പോവാം. ഇനി എന്ത് വേണം നിൽക്കോ? എടാ, കഴിച്ചിട്ട് പോകാം. ഓ, ദാ പോയി. എടാ, സാഹചര്യം അറിഞ്ഞ് പെരുമാറണം മാറി. ഇത് നിന്റെ കുഞ്ഞമ്മയുടെ അവന്റെ കല്യാണമൊന്നുമല്ല, അവന്റെ എക്സിന്റെ കല്യാണം. അവന് സങ്കടം കാണില്ലേ? എന്നിട്ട് തിന്നാൻ പാടില്ലേ? എനിക്ക് വിശക്കുന്നു. ഓ, ഇവനെ കൊണ്ട്. നിനക്ക് ഓഫീസിൽ പണിയൊന്നുമില്ലേ? എന്തിനാ വിളിപ്പിച്ചേ? അത് ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകും. നിനക്ക് പ്രാന്താണോ? ഒരു തെണ്ടി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ ഉള്ള ജോലി കളയാൻ? എടാ, എനിക്ക് വയ്യടാ. ചെറിയ സാറ് റോബിനെ CEO ആക്കാനാ. ഇനിയിപ്പോ റോബിനും അലക്സും കൂടെ ആയിരിക്കും കമ്പനി നോക്കുന്നത്. അവന്റെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ജോയൽ വരുന്നവരെ നീ ഒന്ന് ക്ഷമിക്കും. അവൻ വന്നിട്ട് തീരുമാനിക്കും. വേറൊരു ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഏതൻ, എന്താണ് വിളിപ്പിച്ചേ? നീ വേഗം പറ, എനിക്ക് കമ്പനിയിൽ പോയിട്ട് കുറച്ച് വർക്കുണ്ട്. നീ വിളിച്ചതിന്റെ പേര് വന്നതാ. വേറെന്ത്? ഇവൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാന്ന്. ശരിക്കും? അടിപൊളി. എടാ, അവൻ ജോലി കളയുന്നോ പറഞ്ഞ്? അത് ഞാൻ കേട്ടുല്ലോ. അതിന്റെ പറഞ്ഞ അടിപൊളിന്ന്. എടാ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ആ കമ്പനിയിലെ ജോലി വിട്ടിട്ട് നിന്റെ എഡ്യൂക്കേഷൻ വെച്ച് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ. ആദ്യപ്പോ എവിടുന്നു? വേറെ എവിടെ? ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ. ഏത്? AX കമ്പനിയിലാ? അതെ, ഇപ്പോഴാണ് ഞങ്ങളുടെ CEOയ്ക്ക് ഒരു PA വേണം. ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യാം. അവിടുത്തെ സീനിയർ സിയുടെ PA ആയ നീ പറഞ്ഞ അവര് കേൾക്കുമോ? ഡാഡാ, ഞാൻ വെറും PA മാത്രമല്ല, അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാ. ഞാൻ പറഞ്ഞ അവര് കേൾക്കും. നീ എന്തു പറയുന്നു? ഇത് നല്ല കാര്യ. നിനക്കൊരു ചേഞ്ചും ആവശ്യം ഇപ്പൊ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ CEO ആളെങ്ങനെ? സൂപ്പർ അല്ലേ? പിന്നെ പേരിനൊരു ഇന്റർവ്യൂ കാണും, അത് നീ അറ്റൻഡ് ചെയ്യുക. നാളെ ഇപ്പൊ 10 മണി. ഓക്കെ? നെയിം എന്താ? ഏതൻ ലോഷി. ഏജ്? 23. അപ്പൊ നാളെ തന്നെ മോൻ ജോയിൻ ആക്കിക്കും. എന്നെ ഇന്റർവ്യൂ ചെയ്ത ആളുടെ PA ആയിട്ടാണോ? അല്ല, അത് ജനറൽ മാനേജറാ, അഗസ്റ്റ്യ സാർ. CEO ഇന്ന് ലീവാ, അതുകൊണ്ടാ പുള്ളി ഇന്റർവ്യൂ ചെയ്തേ. നിനക്ക് ക്ലാരിറ്റി വരാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു കോഫി ആയാലോ? വൈ നോട്ട്? AX കമ്പനി. A എന്ന് പറഞ്ഞ ആദം സക്രിയ, X സക്രിയ സാർ. ആദ്യം മരിയ കോർപ്പറേഷൻ എന്നായിരുന്നു, പിന്നെ അത് മാറ്റി. അതെന്താ? മരിയ എന്ന് പറയുന്നത് സക്രിയ സാറിന്റെ വൈഫാ. പുള്ളിക്കാരി സാറിനെ മകനെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളുടെ കൂടെ പോയി. അതിനുശേഷം കമ്പനിയുടെ പേര് മാറ്റി. പിന്നെ സക്രിയ സാറിന് ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ട് മകനായ ആദം സാർ ഈ കമ്പനി ഏറ്റെടുത്തു. ഇപ്പൊ 3 വർഷമായി. സത്യം പറയാലോ, പുള്ളിക്കാരൻ CA ആയതോടെ കമ്പനി അങ്ങ് ക്ലച്ച് പിടിച്ചു. മുമ്പുണ്ടായിരുന്ന PA വർക്ക് ലോഡ് കാരണമാണ് പോയെ. ഇനി നിന്നിലാണ് എന്റെ പ്രതീക്ഷ. നീ പേടിക്കൊന്നും വേണ്ട. ആദം സാർ ഒരു പാവമാ. പുള്ളി ജോലിക്കാരത്തിൽ മാത്രം കുറച്ച് സ്ട്രിക്റ്റ് ആന്നേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം നീ ചോദിക്കാനോ പറയാനോ നിൽക്കരുത്, പ്രത്യേകിച്ച് പേഴ്സണൽ. അങ്ങനെ വയലന്റ് ആയ നമുക്ക് സൈലന്റ് തുറപ്പാ. പിന്നൊരു കാര്യം, നീ പുള്ളിയുടെ വണ്ടി കൂടെ ഓടിക്കേണ്ടി വരും. അതെന്തിനാ? ഞാൻ PA അല്ലേ, ഡ്രൈവർ അല്ലല്ലോ. എടാ, ഇങ്ങനെ പൊതുവെ വണ്ടി ഓടിക്കാറില്ല. കുറച്ച് നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തില. നീ ഒന്ന് കണ്ടില്ല. മേ ഐ കമിൻ സർ? യെസ്, കമിൻ. ജോയലെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പണി ചെയ്യാതൊന്നും ഇരിക്കണ്ട. ജോയലിന്റെ അടുത്തോട്ട് ചെന്നു, അവൻ പറഞ്ഞു തരും.
എടാ പതിയെ പോടാ, നിക്കാൻ സമയമില്ല, വർക്കുണ്ട്. എന്താടാ മനു നീ ഇവിടെ? ഓ, വഴി വെച്ച് അവന്റെ വണ്ടി കംപ്ലൈന്റ്, ഞാൻ അവനെ കൊണ്ടാക്കാൻ വന്നതാ. ഇവനിപ്പോ സംസാരിക്കാൻ പോലും സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജോയിൻ ആയ അവൻ മൂവൺ ആയിക്കോളൂന്ന്. എന്നാ ഞാൻ വിട്ടേക്കുവാ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? അയ്യോ സോറി, അറിയാതെ പറ്റിയതാ. എന്തേലും പറ്റിയോ? നിൻമുഖം സന്ധ്യയിൽ പൂവ് പോലെ സുന്ദരം, മുളങ്കുഴൽ പാട്ടുപോൽ നിൻ സ്വരം മനോഹരം. ആദ്യമായി കണ്ട നാൾ മുതൽക്കു ഞാൻ നിന്നിൽ വീണലിഞ്ഞു പോയി, അലിഞ്ഞു പോയി. എത്ര നാൾ തേടി ഞാൻ നിന്നെ ഒന്നു കാണുവാൻ, നിറങ്ങളിൽ മയങ്ങുവാൻ എത്ര നാൾ കൊതിച്ചു ഞാൻ. ആദ്യമായി കേട്ടു ഞാൻ അലിഞ്ഞു പോയി നിന്റെ ഗാനധാരയിൽ സുന്ദരി. ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിയായി ഇടിച്ചെന്നൊക്കെ ഇരിക്കില്ലേ. സോറി കേട്ടോ, ഞാനിപ്പോ ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ. എക്സ്പീരിയൻസ് കുറവാ. ആണോ? അല്ല, എന്താ പേര്? എന്റെ പേര് ഷാരോൺ. ഓ നൈസ്. ഷാരോൺ മനു ഷാരോൺ. ചേരുന്നുണ്ട്. എന്താ? അല്ല, ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ, ഞാനവിടെ വൈസ് സിഇഒയാ. ഓ ഐ സി. എന്നാ ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. അല്ല, നമ്പർ പോയാ? ഇൻസ്റ്റ ഐഡി തപ്പ. അപ്പനോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം എനിക്ക് സമ്മതമല്ലെന്ന്. എന്തിനീ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? സർ കോഫി. അപ്പ എനിക്ക് വർക്ക് പ്രഷർ കൂടുതലാ. അതിന്റെ ഇടയിൽ കൂടെ അപ്പനും കൂടെ ഇങ്ങനെ തുടങ്ങാതെ ഞാൻ മനസ്സിലായി. What rubbish are you doing? സോറി സർ, ഞാൻ അറിയാതെ. സർ കൈ തട്ടിയപ്പോ. തേങ്ങാ കൊല. ഓരോന്ന് എഴുന്നേറ്റ് വന്നോളൂ മനുഷ്യന്റെ ദിവസം കളയാനായിട്ട്. ഇറങ്ങി പോടും. ഡാ, എന്ത് സൗണ്ട് കേട്ടെ? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ലടാ, ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. ഡാ, ഓ ഷിറ്റ്, ഞാനെന്തിനാ ഇത്ര ഓവർ റിയാക്ട് ചെയ്തേ? ഓ, അങ്ങനെ വെറുതെ. ജോയൽ, ഏതൻ എന്റെ ക്യാബിലോട്ട് വരാൻ പറ. എന്താ സർ? ഏതൻ, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അറിഞ്ഞോണ്ടല്ല. ഇറ്റ്സ് ഓക്കെ സർ. ഹേയ്, തന്റെ കൈ കാണിച്ചേ. ഐ ആം സോറി, തന്റെ കൈ പുള്ളിയായിരുന്നു. ഐ ആം റിയലി സോറി, ഞാൻ അറിഞ്ഞോണ്ടല്ല, ദേഷ്യത്തിലെ പറ്റി പോയതാ. വെയിറ്റ്, ഓയിൽമെന്റ് തേക്കാം. ഇതാ. ഏതൻ, കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ, ഞാൻ മരുന്ന് വെച്ചുതരാം. അയ്യോ, എന്തു പറ്റി? വേദനിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല സർ, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? അതാ കരഞ്ഞു. ഇന്ന് ആരെയാടാ എന്റെ പേരും പറഞ്ഞ് ചീത്ത വിളിച്ച് കൊന്നേ? എല്ലാം അപ്പന്റെ കുഴപ്പാ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. കല്യാണക്കാരൻ പിന്നെ പറയാതെ. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? 30 ആകാറായി. അതിപ്പം ഏതെങ്കിലും ആരെങ്കിലും പിടിച്ചങ്ങ് കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്നാ നീ പ്രേമിക്കുന്ന ആളെ കൊണ്ടുപോടാ, ഞാൻ നടത്തി തരാം നിന്റെ കല്യാണം. എങ്ങനെയാലും നിന്റെ കല്യാണം കണ്ടിട്ട് എനിക്ക് ചത്താ മതി. അതിന് ഞാൻ ആരെയും പ്രേമിക്കുന്നില്ലല്ലോ. അതിനും വേണോടെ ഒരു കഴിവ്. നീ നോക്കി പഠിപ്പിക്കണ്ട. കുറച്ചു നേരമെങ്കിലും ആ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്തിട്ട് ചുറ്റുമൊക്കെ ഒന്ന് നോക്ക്. എന്നിട്ടില്ലേ പ്രേമിക്കുന്നേ. അപ്പൻ അങ്ങനെ പറഞ്ഞാ മതി. ആരോടെങ്കിലും ഫീലിങ്സ് തോന്നിയാലല്ലേ. പോട്ടെ, ഒന്ന് സ്പാർക്കെങ്കിലും അടിച്ചാലല്ലേ പ്രേമിക്കാൻ പറ്റൂ. ഫയർ. യെസ്, അവിടെ വെച്ചേക്കൂ. അല്ല, കൈക്കിപ്പോ എങ്ങനുണ്ട്? അതിപ്പോ കുഴപ്പമില്ല സാർ. പിന്നെ നാളെ എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ബിസിനസ് റിലേറ്റഡ് ഒന്നുമല്ല, എന്റെ റിലേറ്റീവാ. അതുകൊണ്ട് ക്യാഷ് ഡ്രസ്സിൽ വന്നാൽ മതി. അതോട്ടാ, നീ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോടാ. നിനക്ക് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് കണ്ടിട്ട് പോക്കൂടാ ചക്ക. ആന്റി തിരക്കായോണ്ടല്ലേ. മോന്റെ പേരെന്താ? ഏതൻ. ഏതൻ, കാറിൽ എന്റെ ഫോൺ നിൽപ്പുണ്ട്, അതിങ്ങനെ എടുത്തോണ്ട് വരാവോ? ആരാ? നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ഒന്ന് പോയേ, അതെന്റെ പിയെ. അതെന്താ പിക്ക് നിന്റെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? ആന്റി, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ചക്ക.
പക്ഷേ നിങ്ങൾ രണ്ടും നല്ല ചേർച്ചയും കേട്ടോ. നിന്റെ കല്യാണം കണ്ടിട്ട് ചത്താ മതിയെന്നുണ്ട് എനിക്ക് നിന്റെ അപ്പനായ എന്റെ അനിയന്. ഈ പോക്കാണ് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നാന്റി, അപ്പനും എനിക്ക് സമാധാനം തരുന്നില്ല. ഇനി ആന്റി കൂടെ തുടങ്ങാതെ. ഇപ്പതാ അപ്പൻ ഷാരോനെ കയ്യിലെടുത്തേക്കോ കല്യാണക്കാരൻ പറഞ്ഞ് എന്നെ സമ്മതിപ്പിക്കാൻ. ആ, എന്റെ മോനെ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഏതൻ വണ്ടി ഒന്ന് സൈഡാക്കി. എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എടാ അങ്ങനെ ചുമ്മാ ഒന്നും പെട്ടെന്ന് നിന്ന് കേട്ടാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? പ്രേമിക്കുവാണെങ്കിലും എനിക്ക് ആരോടെങ്കിലും ഒരു തേങ്ങ തോന്നിയിട്ടില്ല. ചേട്ടാ, ഇതൊന്ന് തുറന്നു തരൂ. അതിനെന്താ, ഇനിതാ. എടാ സ്പാർക്ക് തോന്നാൻ വെറും സെക്കൻഡ്സ് മതിയടാ. അതിപ്പോ ഏത് സമയത്ത് ആരോടും തോന്നാം. ഇറ്റ്സ് എ നേച്ചർ ട്രൂത്ത്. ഓ പിന്നെ അതിപ്പോ തൊട്ടവാടി നീ ദുപ്പട്ടാവാലി തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ दुपट्टावाली दुपट्टावाली. ഹലോ ആദാ, നിനക്ക് കേക്കാവോ? എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇവൻ ഇത്ര ഭംഗിയുണ്ടായിരുന്നു. എന്താ സർ ഇങ്ങനെ നോക്കുന്നേ? യു ആർ സോ ബ്യൂട്ടിഫുൾ. എന്താ, വണ്ടി എടുക്ക പോകാന്ന് പറയായിരുന്നു. സാറിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അല്ല, ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നോണ്ട് ചോദിച്ചതാ. താൻ മേക്കപ്പ് ഇടാറുണ്ടോ? ഇല്ല സർ. എന്താ ഇന്നെന്തോ ഒരു പ്രത്യേക ഭംഗി. നെവർ മൈൻഡ്. താൻ സിംഗിൾ ആണോ? അതെ സർ. ഓ, സമാധാനമായി. അല്ല, ഞാനെന്തിനാ അതിനെ സമാധാനപ്പെടുന്നേ? ഞാനെന്തിനാ ഇങ്ങനെ കാട് കയറിയൊക്കെ ചിന്തിക്കുന്നേ? ഓ ആദം, നീ എന്തിനാ അവനെ തന്നെ ചിന്തിക്കുന്നേ? എനിക്കെന്താ പറ്റിയ? ഓ പുല്ല്. ആദം, കോൺസെൻട്രേറ്റ്. Breathe in, breathe out. Breathe in, breathe out. ആ ചുണ്ടിന്റെ താഴെയുള്ള മറുക് ഒറിജിനൽ ആയിരിക്കും. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതിപ്പോ ആരോടൊന്ന് പറയാ? ദാ, എനിക്ക് ഇന്നലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. അതെന്താ? എന്റെ ഉറക്കം കളയവാന്നേ. ആര്? ഏതൻ. അവനെന്താ ചെയ്ത്? എടാ, ഞാൻ കണ്ണടയ്ക്കുമ്പോ അവന്റെ മുഖം എന്റെ മനസ്സിൽ വരുന്നേ. അവന്റെ കണ്ണ്, അവന്റെ മൂക്ക്, അവന്റെ ചുണ്ട്. ഓ, എനിക്ക് വട്ടുപിടിക്കുന്നു. എടാ ശരിക്കും. ഓ, എനിക്ക് സന്തോഷമായിടാ. എടാ, അതാണ് സ്പാർക്ക് എന്ന് പറയുന്നേ. ഇനി നീ ഒന്ന് മനസ്സ് വെച്ചാ അവൻ നിന്റെ വീട്ടിലിരിക്കും. എന്തോന്ന്? ഓ, ഈ മണ്ടനെ കൊണ്ട്. എടാ, നിനക്കിപ്പോ ഏതിനോണ്ട് തോന്നിയതാണ് ലവ്, പ്യാർ, കാതൽ. അത് നീ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്താ മതി. പോടാ, ഇത്രയും ദിവസവും തോന്നിയിട്ടില്ലല്ലോ എനിക്ക്. എടാ, അതല്ല ഞാൻ പറഞ്ഞേ. ഈ സ്പാർക്ക് തോന്നാൻ സെക്കൻഡ്സ് മതി. അത് എപ്പോ വേണമെങ്കിലും ആവാം. ഇതിനങ്ങനെ സമയകാലമൊന്നും ഇല്ല. ഇത് നീ വിട്ട് കളയരുത്.
എങ്ങനെ കളയാന്? മനുഷ്യന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അടിപൊളി. ഇനി നീ അവനെ വളച്ചെടുത്താ മതി. അതെങ്ങനെ? ലവിന്റെ തിയറിയോ റൊമാൻസോ ഒന്നും നിനക്ക് അറിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്നു മുതൽ നീ കുറച്ച് ഡ്രാമാസ് ഒക്കെ ഒന്ന് കാണണം. അവനോട് സ്പാർക്ക് അടിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് റിലേഷൻഷിപ്പിലാവും. മനസ്സിലായോ സഹോദര? ഷാരോൺ സാർ, സാറിനെ കാണാൻ ഒരാൾ ക്യാൻറ്റീനിൽ വന്നേക്കുന്നു. ആ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പോയേച്ചു വരാം. നീ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യും. എന്നെ ആര് കാണാൻ വരാനാ? ഹലോ, ഇവനെന്തോ ഇവിടെ? ഹായ് ഷെറോൺ, ഞാനിത് ചൊല്ലിയാകണോ? പണ്ടാരടങ്ങൻ നീ അവളെ വഴുകി. മനുവിന്റെ ഇവിടെ? ഓ, അപ്പൊ എന്റെ പേര് മറന്നിട്ടല്ലോ അല്ലേ? ഒരു കോഫി കുടിച്ചാലോ? മനു, പെട്ടെന്ന് പറയൂ, എനിക്ക് വർക്കുണ്ട്. ഓ യാ ഷെറോൺ. ഷെറോൺ, എന്നെ നെഞ്ചാക്ക നീയല്ലേ? എന്റെ ഉന്മാദ നീയല്ലേ? നിന്നെ അറിയാൻ, ഉള്ള നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇനിയും എന്നും ഒരു പുഴയായി. അതെ, മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുമോ? ഷാരോൺ, ഐ ലവ് യു. എനിക്കുന്നെ ரொம்ப പിടിക്കും. എനിക്കറിയാം, ഇത്രയും ഹാൻസമായ ഞാൻ തന്നെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടാകും. അതൊന്നും കാര്യാക്കണ്ട. പറഞ്ഞോളൂ. എന്തു പറയാൻ? അല്ല, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ. അതിന് ഞാൻ പറഞ്ഞ തന്നോട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അപ്പൊ അല്ലേ? അല്ല. അയ്യോ, അങ്ങനെ പറയരുത്. അല്ല പിന്നെ എങ്ങനെ പറയണം? നമ്മൾ തമ്മിൽ ശരിക്കും അറിയ പോലുമില്ല. അതിപ്പോ ഒരു ഡേറ്റിന് പോയാൽ തീരാവുന്ന പ്രശ്നം അല്ലേ ഉള്ളൂ അല്ലേ? പ്ലീസ്, ഞാൻ തന്നെ എന്റെ പ്രണയമായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റാൻ മാത്രം പറയരുത്. ആ അനർഗനർഗളമായ വാക്യം കേൾക്കാൻ ഈ അടിയന് കഴിയില്ല. എന്താ പൊന്നോ, ഒന്ന് നിർത്ത്. ട്രൈ ചെയ്ത് നോക്കാം. അതിനാദ്യം ഈ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലൊന്ന് സംസാരിക്കും, എന്നിട്ട് നോക്കാം. മതി, അത് മതി. എന്നാ ഈ ചായം പോയേക്കുക. ഓ ആയിക്കോട്ടെ, ചെല്ലു ചെല്ലു. എന്താ സാർ ഇവിടെ പാത്തു നിൽക്കുന്നേ? അതും ക്യാബിന്റെ പുറത്ത്. അത് വല്ലാത്ത ചൂട്, അതാ. താൻ പോയി പണിയെടുക്ക, ചെല്ലു. അപ്പൊ ആദ്യം നേരെ ചെല്ലുന്നു, കൈ പിടിച്ച് വലിക്കുന്നു, ഭിത്തിയിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നു, എന്നിട്ട് കണ്ണും നോക്കുന്നു. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. I'm coming in. എന്താ സർ? ഹേയ് സാർ, അമ്മേന്റെ തല. എന്ത് വിധി ഇത്? സോറി, അറിഞ്ഞോണ്ടല്ല, മനപൂർവ്വ അല്ല, അറിയാതെ പറ്റിയതാ. തൂത്തായിരുന്നോ? എന്റെ പൊന്ന് സാറേ, ഉപകാരം ചെയ്തില്ലേ, ഉപദ്രവിക്കാതിരുന്നോട്. ഓ, ഡ്രാമ ചെയ്ത റൊമാൻസ്, ഞാൻ ചെയ്ത ട്രാജഡി, കോപ്പ്. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. സാർ, പോയാലോ? യെസ്. ഏതൻ, തനിക്ക് കമ്പനിയിലും ഇങ്ങനെ ഒരുങ്ങി വന്നൂടെ? കമ്പനിയിൽ എങ്ങനെ സർ പാർട്ടി വെയറൊക്കെ ഇട്ടോണ്ട് വരുന്നേ? ഓഫീസ് ഡ്രസ് അല്ലേ ഇടണ്ടേ? ഓ, അതൊന്നും സാരമില്ല, എന്റെ കമ്പനിയല്ലേ. ഇനി കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ വന്നാ മതി. എനിക്കും വേണ്ടി ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. എന്താ? ഒന്നുമില്ല. സാർ, ഇവിടെയാ പാർട്ടി. റോയൽ കമ്പനിയിലെ ചെറിയാൻ സാറിന്റെ മോൻ റോബിനും റോബിന്റെ ഹസ്ബൻഡും CEO ആയി കമ്പനി ഏറ്റെടുത്തു. അതിന്റെ പാർട്ടിയാ. വാ, ഇങ്ങോട്ട് വാന്നേ. ഹായ് ആദം, കൺഗ്രാറ്റുലേഷൻസ് മാൻ.
താങ്ക് യു. ഇതാണോ നിന്റെ പുതിയ PA? യാ. അല്ല, അലക്സ് എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ കമ്പനി ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ, റോബിൻ എന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ് കൂടിയാ. യാ, വാ നമുക്ക് അങ്ങോട്ടിരിക്കാം. നിന്റെ ഉദ്ദേശം എന്താ? എന്ത്? എല്ലാം റോബിനോട് പറയാനാണോ എന്നെ മോശക്കാരനൊക്കെ? ഹേയ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ വല്ല ഉണ്ട് അതെനിക്ക് നേരത്തെ ആകാമായിരുന്നു. ആഡം വിളിച്ചോണ്ടാ ഞാൻ വന്നേ. നിങ്ങളുടെ പാർട്ടിയാണെന്ന് അറിഞ്ഞ പോലുമില്ല. അറിഞ്ഞിരുന്നാ ഞാൻ വരില്ലായിരുന്നു. ഹേയ് അലക്സ്, ഇനി വാ, ഇവിടെ ഇരി. അതാ വരുന്നു. ഏതാണെന്തി? അത് എന്താ മോനെ, നിനക്ക് നിന്റെ PA അല്ലാതെ ഇരിപ്പുറയ്ക്കുന്നില്ലേ? ഒന്ന് പോടാ. ഏതനോടെ പോയി? നീ ഒന്ന് അടങ്ങ്. അവൻ വല്ല ഡ്രിങ്ക്സ് അടിക്കാൻ പോയി കാണും. എന്താടാ, അവനില്ലാണ്ട് പറ്റില്ലെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. അവനെ കാണാത്തോണ്ട് ചോദിച്ചതാ. എന്താ മോനെ ഒരു ചാഞ്ചാട്ടം? Hey Ethan, are you okay? I'm fine. സൂക്ഷിച്ച്. റോബിൻ, എന്നാ ഞങ്ങള് പോയേക്കോ. എന്റെ PA ആണോ അതോ ഞാൻ ഇവന്റെ PA ആണോ? കിടക്കണ കിടപ്പ് വേണ്ടില്ല. ക്യൂട്ട്. Alex, I fucking hate you, man. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തു? വേദൻ, അലക്സ് വേദനും തമ്മി എന്താ പ്രശ്നം? സാർ എന്ത് പറ്റി? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ ജോയൽ. സാർ, അത് അവർ തമ്മി 2 years റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രേക്കപ്പ് ആയി. അലക്സ് അവനൊരു ചെറ്റയാ സർ. പാവം ഏതൻ, അവനിപ്പോ അതിന് ഓവർകം ആവാൻ കഷ്ടപ്പെടും. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്ന പാർട്ടിയിൽ അവനെ കൊണ്ടുപോവില്ലായിരുന്നു. പോട്ടെ, അവന്റെ സങ്കടം മാറാൻ കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്താൽ മതി. അലക്സ് സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഒരാൾ അവനെ സ്നേഹിച്ചാൽ തീരാവുന്ന മുറിവേ അവനുള്ളൂ. ഇത് ശരിയാണ് സർ. ഞാനും അതിനെ തന്നെയാ ശ്രമിക്കുന്നേ, അവനെ മോണാക്കാൻ. പക്ഷെ അങ്ങനെ ഒരാൾ വേണ്ടേ? അതിന് ഞാനില്ലേ? ജോയൽ, അവനെ എനിക്കിഷ്ടം.
നീയും കൂടെ ഒന്ന് കൂടെ നിന്നാ എല്ലാം ശരിയാ. സാർ, എന്തിനും ഇതിനും ഞാനുണ്ടാവും കൂടെ. ഹലോ ജോയൽ, നീ എവിടാ? ഞാനിവിടെ എത്തി. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. എടാ, ഇത് വല്ലതും ശരിയാകോ? നീ ഒന്ന് അടങ്ങ, സാറിപ്പോ വരും. എടാ, എല്ലാം ഓക്കെ അല്ലേ? ആണെന്ന് അനുമാനിക്കാം. ഹേ ബേബ്, നീയും ഉണ്ടായിരുന്നു. ഏതൻ, ഏതൻ, ഒരു കത്തിക്കരിഞ്ഞ മണം വരുന്നില്ലേ? എനിക്കില്ലല്ലോ, നിനക്കുണ്ടോ? ഇല്ല. ഒന്നും മിണ്ടാതെ രണ്ടും. പേടിക്കണ്ട, അതെന്റെ മനസ്സിലെ പ്രണയമാണ്. അയ്യന്റെ മോനെ. ഇത് വാങ്ങിക്കോ, ഇതിൽ 500 റോസ് ഉണ്ട്. അയ്യോ, ഒരു റോസ് കാണുന്നില്ലല്ലോ. അതായിരുന്നു ഏറ്റവും ഭംഗിയുള്ളത്. അത് ഞാനാ. അയ്യേ, നിങ്ങൾക്ക് ആരാണ് ഈ ഡയലോഗ് എഴുതി കൊടുത്തത്? ഞാനൊന്നുമല്ല. എനിക്ക് ഛർദിക്കാൻ വരുന്നു. സാർ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇയാൾ എന്നേക്കാൾ വലിയ തോൽവിയായിരുന്നു. എന്നാ ഇത് വാങ്ങിക്കോളൂ. സാർ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. സാറിനോ? എനിക്കിപ്പോ റിലേഷൻഷിപ്പിനോടൊന്നും താല്പര്യമില്ല. സോറി സാർ. ഓ, ഡാർക്ക്. അല്ലേലും ആത്മാർത്ഥമായ പ്രണയത്തിന് ഇപ്പോഴും അവഗണനയല്ലേ? ഞാൻ ഏതനെ നിർബന്ധിക്കില്ല, നിർബന്ധിക്കാൻ പാടില്ല. എന്നെ പോലെ പിടയുന്നൊരു ഹൃദയം ഏതിനും ഉണ്ടാവില്ലേ? അതിലൊരു ചെറിയ ഇടമല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ കണ്ണിലെന്തോ പോയി, അതാ ഈ കണ്ണ് നിറയുന്നു. വിഷമമായി കണ്ണൊക്കെ നിറയുന്ന കണ്ടില്ലേ? നിങ്ങൾ ഏതിന്റെ കൂടെ ചെല്ല, ഞാൻ ആദ്യത്തിന്റെ കൂടെ പോയിട്ട് വരാം. ഏതൻ, നിന്റെ ഉദ്ദേശം എന്താ? എന്ത്? എടാ, നീ അലക്സിനെ ഇതുവരെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞല്ലേ? ഏതൻ, നീ മൂവ് ഓൺ ആവ്. സാറിന് എന്താ ഒരു കുഴപ്പം? ജോലിയില്ലേ, പണമില്ലേ, സുന്ദരനല്ലേ, പോരാത്തിന് വെൽ സെറ്റിൽഡോ? പിന്നെന്താ? എടാ, ഇതൊക്കെ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എനിക്ക് വല്ല ഫീലിങ്സും വരണ്ടേ? അത് നീ വെറുതെ പറയുവാന്ന് ഞങ്ങൾക്കറിയാം. നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ ഓടി ഒളിക്കാൻ നോക്കുന്നേ? നിനക്ക് നിന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തൂടെ? സാറിന് വിഷമമായി എന്നാ തോന്നുന്നു. പാവം, അതിന് ഞാനെന്ത് വേണം? ഇവൻ മാറില്ലേ? ഇവൻ ചത്താലും മാറില്ല. അവന് കുറച്ച് ടൈം കൊടുക്ക, എല്ലാം ശരിയാ. എന്തായാലും അവന്റെ ഉള്ളിനുള്ളിൽ സാറിനോട് എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ആദം, നീ കരയാതെ. അതിലാര് കരഞ്ഞ്? അവൻ ഇത് തന്നെയാ പറയാൻ പോകുന്നത്, എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. ഭയങ്കര, നിനക്ക് ഇത്രയൊക്കെ ചിന്തിക്കാൻ അറിയോ? എടാ മോനെ, നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, അവൻ എനിക്കുള്ളത്. ഹായ് ആൻഡി, ഞാൻ ഏതന്റെ ബോസാ. ഹാ മോനെ, കേറുക. ഏതൻ, മോനിരിക്കെ, ഞാൻ കഴിക്കാൻ എടുക്കാം. സാറെന്താ ഇവിടെ? നീ എന്താ 2 days ആയിട്ട് ഓഫീസിൽ വരാത്തെ? അത് ഏതൻ, ഞാൻ നിന്നോട് എന്റെ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണോ? അയ്യോ സാർ, അതല്ല, എനിക്ക് വയ്യായിരുന്നു, അതാ ഞാൻ വരാഞ്ഞ്. എന്തു പറ്റി? പനിയാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. മോനെ, ഇരിക്കെ, വാ കഴിക്കാൻ. ഹാ അമ്മ. അങ്ങനെ വിളിക്കാലോ അല്ലേ? അതിനെന്താ, മോൻ വിളിച്ചോ?
ഏതൻ 2 days പെൻഡിങ് വർക്കുണ്ട്. അതിപ്പോ തന്നെ അങ്ങ് ചെയ്തേക്കാം. റൂമിലോട്ട് പോ. അതെ സാർ, ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യാമോ? അതിനെന്താ? ഇപ്പൊ ശരിയാക്കി തരാടാ. വല്ലാത്ത ചൂട്. സാറെന്താ ചെയ്യുന്നത്? അത് പിന്നെ എനിക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതാ ഇങ്ങേരിത് എന്തിനുള്ള പുറപ്പാടാ ഈശ്വര. എന്തു പറ്റി ഏതൻ? അതെ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? മാഡം, ഇത്തവണ നീ മിസ്സാക്കരുത്, ഓക്കെ? സാറെന്തേ ചെയ്യുന്നേ? വീട് ഏതൻ, നിനക്ക് എന്നെ ഇഷ്ടല്ലേ? ഒരു നിമിഷം പോലും എന്നെ പറ്റി നീ ചിന്തിച്ചിട്ടില്ല? വീട്, എനിക്കറിയാം. Your eyes say something to me. ഏതൻ അതെന്നോട് പറയാതെ പറയുന്നുണ്ട്. And your lips that attract me and make me crazy. Please leave me. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഐ ആം നോട്ട്. ആൻസറായി വരുകിറാ കല്ലൂരി കാലം 3 ആണ്ട് ഉന്നോട് വാഴ. നിനക്ക് എന്നെ ഇഷ്ടല്ലേ? You like me? You like me the same way I like you? ഇല്ലെങ്കിൽ നീ ഇപ്പൊ എനിക്കിട്ടൊന്ന് പൊട്ടിച്ചേനെ. നിങ്ങളെന്റെ ബോസ് അല്ലേ? അതുകൊണ്ടാണോ? ഓക്കെ, കേസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു തന്നേക്ക. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തന്നേക്ക്. നോ, അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ? അങ്ങനല്ല. ഓക്കെ, ഐ ആം ലീവിങ്. നാളെ ഓഫീസിൽ വന്നേക്കണം. പിന്നെ ലീവ് എടുത്തേക്കരുത്. എടുത്താ ഞാൻ വീട്ടിലോട്ട് വരും. ഓക്കെ? ഞാനെന്തിനാ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? എന്റെ ഈശ്വര, ഇങ്ങേർക്ക് ഇത് എന്തിന്റെ വട്ട? ഇയാൾ എന്റെ മനസ്സിലാക്കുമെന്നാ തോന്നണ്. ഹലോ, ഇത് ഞാനാ. ഏത് ഞാൻ? എടാ ഞാനാ ഏതൻ. എന്താടാ? എടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ പട്ടാപ്പകല് 3 മണിക്കാണോടാ നാറി നിനക്ക് ചോദിക്കാൻ കണ്ടുള്ളൂ? എടാ, ഇത് അത്രയ്ക്ക് അത്യാവശ്യമാ. ചോദിക്ക്. എടാ, ഈ ആദം സാറ് ആളെങ്ങനെ? ഇതാണോടാ നിനക്ക് അത്യാവശ്യമായ കാര്യം? എടാ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. പുള്ളി അടിപൊളിയാ. സുന്ദരൻ, സുശീലൻ, സർവോപരി കോമളൻ. എടാ, അതല്ല, പുള്ളിയെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? എടാ, പുള്ളി അടിപൊളിയാടാ. അല്ല, നീ എന്തിനാ അതിപ്പോ ചോദിക്കുന്നേ? അതും ആദം സാറിന്റെ കാര്യം. എന്താ മോനെ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ് എന്നാ. ശരി വെച്ച. ആട്ടമുണ്ട്. സായുധേ